അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്ന് പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരും. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നടനും അതുപോലെ തന്നെ പൊളിറ്റീഷ്യനുമെല്ലാമായ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണ ഇപ്പോൾ എയറിലാണ്. അവർ പറഞ്ഞ വാക്കുകൾ വൈറലാണ്. അത് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നേ ഹൻസിക എന്ന് പറയുന്ന അവിടെ അനുജത്തി ഒരാഴ്ചയായിട്ട് എയറിലായിരുന്നു. സ്വകാര്യ വീഡിയോ ലീക്കായതുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ എയറിൽ കയറിയത്. എന്നാൽ അവരെ ഇപ്പോൾ സേഫാക്കി മാറ്റിക്കൊണ്ട് ദിയ കൃഷ്ണ ഇപ്പോൾ എയറിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭർത്താവായ അശ്വിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ്. ഈ അടുത്തിടെ മദേഴ്സ് ഡേയിൽ അവർ ഒരു ബ്ലോഗ് ചെയ്തിരുന്നു. അശ്വിൻ്റെ അമ്മയും അച്ഛനും ഒരു പാർട്ടി ഏർപ്പാടാക്കിയിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചാണ് ഈ ഒരു ബ്ലോഗ് ചെയ്തത്. ആ സമയത്ത് അവരുടെ സബ്സ്ക്രൈബർ തന്നെ അവരോട് ചോദിച്ചു, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അശ്വിൻ്റെ അമ്മ ആൻറ്റി എന്നൊക്കെ പറയുന്നത്, അവരെ അമ്മ എന്ന് വിളിച്ചൂടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ സബ്സ്ക്രൈബർ തന്നെ അവരോട് ചോദിച്ചു. പക്ഷേ അത് ദിയ കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ ചൂടായിക്കൊണ്ട് അവർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് താനും. പക്ഷേ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പോകാം. ദിയ കൃഷ്ണ എന്താണ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ. അപ്പോൾ ദിയ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നമ്മൾ അതിനോട് യോജിക്കുകയാണ്. നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് ദിയ കൃഷ്ണ പറയുകയാണ്. ദയവ് ചെയ്ത് കല്യാണം കഴിഞ്ഞവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു പോയ വീട്ടിലെ അവരുടെ അച്ഛനെയും അമ്മയും എന്താണ് വിളിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ദിയ കൃഷ്ണയുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ വിളിക്കാത്തത് കൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അവർക്ക് ആൻറ്റി എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം, അവരതിൽ ഹാപ്പിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സോക്കെ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് അവരുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. രണ്ടുപേർക്കും അവരവരുടെ അഭിപ്രായവും അതുപോലെ തന്നെ വിളികളും എല്ലാം ആവാം. ചില കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഒരു പെരുമാറ്റ രീതി അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി കൂടി പറയും, നമുക്കതുകൂടി കേൾക്കാം. സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഈ ഒരു പരാമർശത്തിലാണ് നമുക്ക് പ്രതികരിക്കാനുള്ളത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ അവരുടെ വീട്ടിൽ സിന്ധു കൃഷ്ണകുമാർ ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലാതെ വഴിയിൽ കാണുന്ന എല്ലാവരെയും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് നമ്മുടെ ദിയ കൃഷ്ണ പറയുന്നത്. വളരെ മോശകരമായ ഒരു പ്രസ്താവന തന്നെയാണ്. ആ ഒരു പ്രസ്താവന എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടത് അശ്വിൻ്റെ അമ്മയെക്കുറിച്ചാണ് ദിയ കൃഷ്ണ അവിടെ സംസാരിക്കുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ അമ്മയോടുള്ള ഒരു ബഹുമാനം തീർച്ചയായിട്ടും എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണ് ദിയ കൃഷ്ണ, സ്വന്തമായിട്ട് ബിസിനസ് ഉള്ള ഒരാളാണ്. നമുക്ക് അവരോട് എല്ലാവിധ ബഹുമാനവുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്ന് കരുതി തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരു പരാമർശം തീർച്ചയായിട്ടും വളരെ മോശകരമായി പോയി. വഴിയിൽ കിടക്കുന്ന ഒരാളെങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മയാകുന്നത്? തീർച്ചയായിട്ടും അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ തീർച്ചയായിട്ടും ബഹുമാന പുരസ്സരം കാണുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ്. കൃഷ്ണകുമാറാണ് എന്റെ അമ്മ, സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഓ എന്താടാ, ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ സഹോദരി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും, എല്ലാവരെയും അച്ഛ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി അശ്വിൻ തന്നെ എൻ്റെ അച്ഛനെയും അമ്മയും കയറി അച്ഛ അമ്മ എന്നിട്ടാൻ വിളിച്ചാൽ ഞാൻ അശ്വിനോട് ചോദിക്കും, നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കും എന്നാണ് നമ്മുടെ ദിയ കൃഷ്ണ പറയുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. കാരണം
നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള ഏകദേശം എനിക്ക് തോന്നുകയാണ് 90% ആൾക്കാരും തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അച്ഛനെയും അമ്മയെയും അച്ഛ അല്ലെങ്കിൽ അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറ് എന്ന് തന്നെയാണ് ഒരു ശരാശരി കേരളീയൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ആ ഒരു അച്ഛനെയും അമ്മയും കയറി ആൻറ്റി എന്നോ അല്ലെങ്കിൽ ചേട്ടാ എന്നൊന്നും വിളിക്കുന്നത് നമ്മൾ പൊതുവായിട്ട് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ എന്താണ് സിസ്റ്റം എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളത് പറയണം. പിന്നെ അശ്വിന് ഭ്രാന്താണോ എന്നാണ് നമ്മുടെ ദിയാകൃഷ്ണ പറയുന്നത്. അങ്ങനെ വിളിച്ചാൽ ഭ്രാന്തനാണ് എന്ന് ഞാൻ പറയുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിലുള്ള 90% ആൾക്കാരും ഭ്രാന്തനാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടി വരും. കാരണം ഞാൻ അടക്കമുള്ള കല്യാണം കഴിച്ചവരാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും എല്ലാം അല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളടക്കം ഒരു ഭ്രാന്തന്മാരാക്കിയ രീതിയിലാണ് ഈ സഹോദരിയുടെ വർത്തമാനം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് ഉള്ളത് നമുക്കാണോ ഇനി ദിയാകൃഷ്ണക്കാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നതെന്ന് വെച്ചാൽ ഓമി എന്ന് പറയുന്ന അവരുടെ മകൻ കല്യാണം കഴിച്ച് ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നാൽ അവരുടെ അച്ഛനെയും അമ്മയെയും ഒരിക്കലും അച്ഛ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്ന് ഈ ദിയാകൃഷ്ണ പറയുകയാണ്. അതും വളരെ മോശകരമാണ്. കാരണം അതൊക്കെ അവൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. വലുതായി അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയുടെ അച്ഛനെ അമ്മയെ എന്ത് വിളിക്കണമെന്ന് തീർച്ചയായും തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും അവന് വിട്ടുകൊടുക്കണമെന്നാണ് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ബാക്കി കൂടി കേൾക്കാം. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേസ് ആ ഒരു കമന്റിനുള്ള ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാർ അത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ട് മടുത്തിട്ട് ഞാനൊരു ഉത്തരം തന്നേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് ദിയാകൃഷ്ണ പറയുകയാണ് എല്ലാവർക്കും അച്ഛ അമ്മ എന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ എന്നാണ് പറയുന്നത്. കാരണം അമ്പലത്തിലെ പ്രതിഷ്ഠയൊന്നും അല്ലല്ലോ എന്നാണ് ദിയാകൃഷ്ണ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വർത്തമാനം കൊണ്ടൊക്കെ കേരളത്തിലുള്ള ശരാശരി അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒരു വെറുപ്പ് സമ്പാദിക്കുക എന്നതിലുപരി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടാനോ നിങ്ങളെ റീച്ച് കൂടാനോ ഒന്നും പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ടും അങ്ങനെ വരുമാനമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ പല വീഡിയോ കാണുന്ന നിലക്ക് നമുക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഭർത്താവിനെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും ശരാശരി മലയാളികൾക്കെല്ലാം ഉണ്ട്. അതിൻ്റെ പുറത്തുള്ള ഒരു അഹങ്കാരം കയറിയിട്ടാണ് നിങ്ങൾ അവരുടെ അച്ഛനെയും അമ്മയെയും ഒന്നും ശരാശരി റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലായിരുന്നു നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭ്രാന്തന്മാരായതുകൊണ്ടൊന്നുമല്ല ശരാശരി കേരിയർ അവരോട് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന വീട്ടിലെ അവരുടെ അച്ഛനെയും അമ്മയും എല്ലാം നമ്മൾ ബഹുമാന പുരസരമാണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നത്. അത് ഒരിക്കലും ഭ്രാന്തനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തത് കൊണ്ടോ ആണ് എന്നുള്ള നിങ്ങളുടെ ഒരു വർത്തമാനം തീർച്ചയായിട്ടും അത് ശരാശരി മലയാളിക്ക് ചേർന്നതല്ല. അത് കോമൺ സെൻസുള്ള ആരും അംഗീകരിക്കാനും പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും എയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിയാകൃഷ്ണ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൻസികയെ എപ്പോൾ സേഫാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്വകാര്യ വീഡിയോ ലീക്കായതിൻ്റെ പേരിൽ മലയാള ചാനലുകളിലും അതുപോലെ തന്നെ എല്ലാ ട്രോളുകളിലും ഇപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത് അവരുടെ അനുജത്തിയായ അൻസികയായിരുന്നു. തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഒരു റെസ്റ്റ് കിട്ടി. ഈ ഒരൊറ്റ പരാമർശം കൊണ്ട് മാത്രം ദിയാകൃഷ്ണ ഏതായാലും ഇപ്പോൾ എയറിൽ കയറിയിട്ടുണ്ട്. ഇനി ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ കൃഷ്ണകുമാർ സാറിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.